4 വർഷമായി ഒരു ട്രോമ ബോണ്ടിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത ഒരു സമയത്ത് അയാൾ എന്നെ ഇട്ടിട്ട് പോയി. ഇപ്പോൾ 1 വർഷമാവുന്നു. ഇപ്പോഴും മെസ്സേജും കോളുകളും അങ്ങോട്ട് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും പുള്ളി റിപ്ലൈ തരും. ഉറങ്ങാൻ പറ്റുന്നില്ല, മെൻ്റലി നല്ല വീക്കാണ്, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, കോൺഫിഡൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, സൈലൻ്റായി പോയ അവസ്ഥ. ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കണം? 23 ഇയേഴ്സ് ആയതേ ഉള്ളൂ, ഹെൽപ്പ് മീ ഔട്ട് ഓഫ് ദിസ് എന്ന് പറഞ്ഞിട്ട് 23 വയസ്സുള്ള ഒരു കൊച്ച് അയച്ചിരിക്കുന്ന ഒരു മെസ്സേജാണ്. 4 വർഷം ട്രോമ ബോണ്ടിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ട്രോമ ബോണ്ട് ആണെന്നുള്ള റിയലൈസേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു കാര്യം. അപ്പോൾ അത് ബ്രേക്കപ്പ് ആയതിനു ശേഷം അല്ലെങ്കിൽ കുട്ടി പ്രിപ്പയർഡ് അല്ലാത്ത സമയത്ത് ഇട്ടിട്ട് പോയതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ഒരു ഫീലിലാണ്. ഇപ്പോഴും അതൊന്ന് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേഷ്യൻ്റ് വന്നാൽ എങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ? നമ്മളിപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഡിഫിക്കൽട്ടാണത്. ഏതൊരു പേഴ്സണെ വെച്ച് നോക്കുമ്പോഴും നമ്മൾ ഒരുപാട് കാലം അല്ലെങ്കിൽ കുറച്ച് കാലം ഒരാളെ കൂടെ ലിവ് ചെയ്ത് വരുന്ന സമയത്ത് അവർ നമ്മളെ ഇട്ടിട്ട് പോകുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ ചില ആളുകൾ ഇങ്ങനത്തെ സ്റ്റേജിൽ ഉണ്ടാവും, ഒരു ഡിപ്രഷൻ ഫേസിലേക്കൊക്കെ പോവാറുണ്ട്. അപ്പോൾ ഇയാളുടെ സിംറ്റംസ് കേൾക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു വിഷാദരോഗത്തിൻ്റെ ഒക്കെ സിംറ്റംസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഈ പറയുന്ന സാധനങ്ങളൊക്കെ വിഷാദരോഗത്തിൽ കാണാറുണ്ട്. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഈ വിഷാദരോഗത്തിന് തന്നെ എന്തുണ്ട്, പല സിവിയാരിറ്റീസ് ഉണ്ട് അല്ലേ, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഈ സിവിയർ ലെവലിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈവൻ സൂയിസൈഡൽ തോട്ട്സിലേക്കൊക്കെ ആളുകൾക്ക് വരാറുണ്ട്. അപ്പം നമ്മൾ എന്താക്കുക, ആദ്യമേ നമ്മുടെ ഈ ഒരു കണ്ടീഷനെ കുറിച്ച് റിയലൈസേഷൻ ഉണ്ടാക്കുക, എന്നിട്ട് നമ്മൾ വേണ്ട എന്താക്കുക, പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ഈ ട്രോമ ബോണ്ടിൽ കൂടെ ഞാൻ 4 വർഷമായി കടന്നു പോകുന്നുണ്ട്. ഈ ട്രോമ ബോണ്ട് എന്താണെന്നും അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി ഇപ്പം നമ്മൾ കൂടുതലായിട്ടും കേൾക്കുന്ന ഒരു ഒരു വേർഡാണ് ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് തന്നെ ധാരണ ഉണ്ടാവും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുഴിയിലൂടെയാണ് അല്ലെങ്കിൽ ഒരു റോങ് റിലേഷൻഷിപ്പ് പാറ്റേണിലൂടെയാണെന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് വ്യക്തതയുണ്ട് ഇത് നമുക്ക് ഹെൽത്തി അല്ല എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഒരു നിസ്സഹായാവസ്ഥ മൂലം അല്ലെങ്കിൽ നമുക്ക് അവരെ പറ്റുള്ളൂ എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മൾ ആ റിലേഷൻഷിപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതിനാണ് നമ്മൾ ട്രോമ ബോണ്ടിങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രോമ ബോണ്ടിൽ ഉള്ളവര് എന്താ പറയുക, എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പൊ 4 വർഷമായിട്ട് അവര് ട്രോമ ബോണ്ടിലായിരുന്നു, അത് കഴിഞ്ഞ 1 വർഷമായി ഇപ്പോഴും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഭയങ്കര വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. മാം, എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ 1.5 വർഷമായി ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ പെട്ടിരിക്കുകയാണ്. 10th-ലും 6th-ലും പഠിക്കുന്ന പെൺകുട്ടികളുടെ അമ്മയാണ്. അവൾക്ക് അവനെ വിട്ടുപോകാൻ പറ്റുന്നില്ല. അവൻ എന്ന് വെച്ചാൽ എനിക്ക് ഭ്രാന്താണ് എന്നൊക്കെയാണ് പറയുന്നത്. അവൻ്റെ മറ്റൊരു റിലേഷൻ ഈ അടുത്ത് അവൾ അറിഞ്ഞു. പക്ഷേ 110% അത് സത്യമാണെന്ന് അവൾക്കറിയാം. എന്നാലും അവനെ വിട്ടുപോരാൻ അവൾക്ക് കഴിയുന്നില്ല. പിന്നെ ആ പുള്ളി അങ്ങനെ ഒരാളാണ്, എന്തും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കളയും. ഇതിപ്പോൾ എന്തു പറഞ്ഞാണ് അവളെ ഇതിൽ നിന്നും ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക? അറിയില്ല അയാളുടെ ഉദ്ദേശം എന്താണെന്ന്. അയാൾ ഒരു ഡിവോഴ്സിയാണ്. അവളെ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഒന്ന് പിന്തിരിപ്പിക്കുക? അതായത് എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള അഫെയറിൽ പെട്ടിരിക്കുന്ന ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് അവര് മാരീഡ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ ഹസ്ബൻഡിനെ പറ്റിയിട്ടൊന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. പക്ഷേ ഫ്രണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പം ഈ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന പുള്ളിയുമായിട്ട് ഭയങ്കര ഭ്രാന്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്നേഹം, അയാൾ എന്ന് പറഞ്ഞ ഡിവോഴ്സ് ആയിട്ട് നിന്ന് മറ്റു പെൺകുട്ടികളുമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരാളാണ്. പക്ഷേ ഈ പുള്ളിക്കാരി അതിൽ ഹാപ്പിയാണ്, ഈ ഫ്രണ്ട് ഇതില്. അതായത് അത് വേറെ അയാൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെന്നും അറിയാം, എന്നാലും അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റുന്നില്ല. അപ്പം എങ്ങനെ ഈ ഫ്രണ്ടിനെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഏതൊരു വ്യക്തിക്കും ഒരു റിലേഷൻഷിപ്പ് ഒരു തിരഞ്ഞെടുക്കാനും അതിൽ നിന്ന് ഇറങ്ങി വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, സോ നമുക്കിപ്പം ഈ ഒരു സ്ത്രീ അല്ലേ, ഓക്കെ, ഈ ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് ഒരു വേറെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് തുടങ്ങിയത് എന്ന് നമുക്കറിയില്ല. മേ ബി ഒരു സ്പെസിഫിക് കാരണം ഉണ്ടായിരിക്കും. അപ്പം നമുക്കറിയില്ല അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. ഒരു ഇന്റർപേഴ്സണൽ ആണ്, മീൻസ് 2 വ്യക്തികൾക്കിടയിലുള്ള ഒരു പ്രശ്നമാണിത്. അപ്പം നമുക്ക് 2 ആൾക്കാരെ സൈഡ് കേൾക്കാണ്ട് ഒരിക്കലും ഇത് ഒരു പ്രോപ്പർ ആൻസർ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം.
കൂടാതെ ഇത് ഫ്രണ്ടാണ് ചോദിക്കുന്നത്. മേ ബി അവർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചോദിക്കുന്നതായിരിക്കും, കൺസേൺ ഉണ്ടായതുകൊണ്ട് ചോദിക്കുന്നതായിരിക്കും. പക്ഷെ എന്നിരുന്നാലും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം, എന്തുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെയാണ്, ഇവർക്ക് മുന്നേയും ഇതുപോലെ ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ, അതോ ഇത് ആദ്യത്തത് മാത്രമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അബ്യൂസും കാര്യങ്ങളും വീട്ടിലുണ്ടോ, എന്നിടത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ആക്ച്വലി. അപ്പൊ ഇതില് മാഡം പറയുന്നത് നമുക്ക് എന്താ പറയാ, ഇതില് അവർ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് കുറവായതുകൊണ്ട് പറ്റിയ രീതിയിലുള്ള ഒരു റിപ്ലൈ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കിപ്പോ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെടുത്ത് മീൻസ് നമ്മൾ കാണുകയാണ് നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ ഒരു തെറ്റായ വഴിയിലൂടെ പോവുകയാണ്, മീൻസ് സോക്കോൾഡ് തെറ്റായ വഴിയിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻസ് നമുക്ക് തന്നെ ചോദിക്കാൻ പറ്റും, മീൻസ് എന്താ പ്രശ്നം, എന്താ, എന്ത് പറ്റി, അപ്പം നിനക്ക് ഇങ്ങനെ എന്തുകൊണ്ടാണ്, വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവനെ ഇങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം, അല്ലെങ്കിൽ അവനെ കുറിച്ച് അറിയില്ല. ഇപ്പൊ പറഞ്ഞു അവൻ മോശമാണെന്നുള്ളത് 110% ഉറപ്പാന്ന രീതിയിൽ മാം വായിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് കുറച്ചൊക്കെ അവരെല്ലാം ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാം. എന്നിട്ടും അവരിത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ണെങ്കിൽ അവർക്കും എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അത് എക്സ്പ്ലോർ ചെയ്യാണ്ട് അവരുടെ പാർട്ട് കേൾക്കാണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോ ഡീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ എക്സ്ട്രാ മാരിറ്റൽ അഫയർ പോലത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാറുണ്ട്. എങ്ങനെ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ എന്തെങ്കിലും ഒരു പോലെ എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ? എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ വരുന്ന സമയത്ത് ബേസിക്കലി ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തുകൊണ്ട് ഒരാൾക്ക് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോവേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ചിലപ്പം ആ ഒരു മാരേജിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള വല്ല റിലേഷൻഷിപ്പും ആയിരിക്കും. ലൈക്ക് മാരേജിന് മുന്നേക്കുള്ള റിലേഷൻഷിപ്പിലൂടെയൊക്കെ വീണ്ടും ആളുകൾ അറ്റാച്ച്ഡ് ആവുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു എന്തുകൊണ്ട് പോയി എന്നുള്ളതാണ് ബേസിക് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഓരോ ക്ലയൻസ് വരുമ്പോഴും അവർക്ക് ഓരോ റീസൺസ് ആണ്. ഇപ്പം ചില റീസൺ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, ഓക്കെ അവർ പോയതാണ്, അല്ലെങ്കിൽ നമുക്കത് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ആ റീസണും കാര്യങ്ങളും ഫൈൻഡ് ചെയ്ത് പിന്നെ നമ്മളടുത്ത് വരുന്ന ക്ലയൻറ്റിൻ്റെ നീഡ് എന്താണ്, അവർക്ക് എക്സ്ട്രാ മാരിറ്റൽ തന്നെ നിൽക്കണം എന്നാണോ, അവർക്ക് ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം എന്നാണോ? അല്ല, ചില ക്ലയൻസ് പറയും, മാം എങ്ങനെങ്കിലും ഒന്ന് ഞാൻ പെട്ടുപോയതാ, എന്നെ ഒന്ന് എങ്ങനെങ്കിലും ഇതൊന്ന് എന്താക്കിയാൽ മതി, രക്ഷപ്പെടുത്തി തരണം കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ രീതിയിൽ ഡീൽ ചെയ്യും. അല്ല മാം എനിക്കിതിൽ കണ്ടിന്യൂ ചെയ്യണം, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് പോരാ, എനിക്കിത് വേണം, അല്ലെങ്കിൽ വൈഫ് പോരാ, അങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ ക്ലയൻറ്റിൻ്റെ ഒരു മെൻ്റൽ ഹെൽത്ത് വെൽബീയിങ് നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യും. മാം പറഞ്ഞത് ഭയങ്കര ശരിയാണ് ആക്ച്വലി. സോ നമ്മളെടുത്ത് വരുന്ന ഓരോ ക്ലയൻസിന്റെയും നീഡ് ഡിഫറെന്റ് ആണ്. ഒത്തിരി എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് വരുന്നതാണ്. അപ്പൊ എന്തുകൊണ്ട് അവർ തുടങ്ങിയെന്ന് നമ്മൾ നോക്കുക തന്നെ വേണം. കാരണം ഇപ്പൊ നമ്മുടെ മീൻസ് കുറെ റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. വീട്ടുകാർ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന സമയത്ത് അത് വീട്ടിലറിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് കെട്ടിച്ചുവിടും. ഓക്കെ, പിന്നീട് പെട്ടെന്ന് പിന്നെ നമ്മുടെ ഈ ഒരു മീൻസ് ഈ ഒരു മലബാർ ഏരിയയിൽ അധികം ആൾക്കാരും ഗൾഫിലൊക്കെ പോകുന്നതാണല്ലോ. അപ്പം പിന്നീട് ചെക്കൻ അങ്ങോട്ട് ഗൾഫിൽ പോകുന്നു. പിന്നീട് നമുക്കൊരു ഒത്തിരി സമയം ഐ മീൻ വൈഫ് അല്ലെങ്കിൽ ആ കൊച്ചു ഒരിക്കലും അതിൽ നിന്ന് റിക്കവർ ആയിട്ടുണ്ടാവില്ല. പക്ഷെ ആ കുട്ടിക്ക് എന്താണ് പുതിയൊരു റിലേഷൻഷിപ്പ് വന്നും ചെയ്തു. അപ്പൊ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് സോൾഡ് ആയിട്ടുള്ള റീസൺ ഇതൊരിക്കലും ശരിയാണെന്ന രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ അവർക്ക് എന്തുകൊണ്ട് പോയി, ഇതിന്റെ ഒരു സോൾഡ് ആയിട്ടുള്ള റീസൺ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഈവൻ ഇപ്പം മക്കളായിട്ട് പോലും ഈയിടെ ഇപ്പൊ ഈ ഗെറ്റ് ടുഗദർ കഴിഞ്ഞിട്ട് കൂടുതൽ റിലേഷൻഷിപ്പ് ഉണ്ടായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മീൻസ് പണ്ടെപ്പോഴോ അവർക്ക് സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പൊ അവർക്ക് ഓപ്പണായി സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ഒന്നും കൂടി കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു ആയിരിക്കാം. പക്ഷെ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഉണ്ടായത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് നമ്മൾ അന്വേഷിക്കണം. അപ്പൊ ഈ ഫ്രണ്ട് എന്തായാലും ആ ഫ്രണ്ടിനെയും കൊണ്ട് വേണമെങ്കിൽ വേറൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ ഇവിടേക്ക് വരട്ടെ അല്ലേ? പ്രോബ്ലം സോൾവില് ഇനി ചെറിയൊരു ഇടവേള.